ഇന്നലത്തെ മോസ്റ്റ് ഇമ്പാക്ട്ഫുൾ പ്ലെയർ ആയിരുന്നു നമ്മുടെ മിച്ചൽ സ്റ്റാർക്ക്. 4 ഓവർ ബോൾ ചെയ്ത സമയത്ത് 40 റൺസ് കൊടുത്തിട്ട് 4 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ 4 വിക്കറ്റ് തന്നെയാണ് ശരിക്കും ഇന്നലെ കളിയുടെ കംപ്ലീറ്റ്ലി, അതിൽ ആ ഒരു 3 വിക്കറ്റ്, ആദ്യം എടുത്ത 3 വിക്കറ്റ് കളിയുടെ കംപ്ലീറ്റ് താളം തെറ്റിച്ചു എന്ന് പറയാൻ വേണ്ടി. തുടക്കത്തിൽ എപ്പോഴും നല്ല രീതിയിലുള്ള ബ്രേക്ക് കൊണ്ടുവരുന്ന ഒരു ബോളറാണ് ലുങ്കി എങ്കിഡി. ഇന്നലെയും അത് കാണിച്ചു തന്നു. കാരണം ജയ്സ്വാളിന്റെ ഫസ്റ്റ് വിക്കറ്റ് എടുത്തത് എങ്കിഡി തന്നെയായിരുന്നു. 4 ഓവറിൽ 24 റൺസ് കൊടുത്തിട്ടാണ് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. എക്കണോമിയിലും ആൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ മോസ്റ്റ് എക്സ്പെൻസീവ് ബോളർ നമ്മുടെ മുകേഷ് കുമാർ ആയിരുന്നു. 2 ഓവർ ബോൾ ചെയ്ത സമയത്താണ് 40 റൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റാർക്കിനും എങ്കിഡിക്കും നല്ലൊരു സപ്പോർട്ട് കൊടുത്തിട്ടുള്ള ഒരു ബോളർ എന്ന് പറയുന്നത് മാധവ് തിവാരി ആയിരുന്നു. 4 ഓവറിൽ 27 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ആ ഒരു ബിഗ് വിക്കറ്റ്, വൈഭവ് സൂര്യവംശിന്റെ വിക്കറ്റ് എടുത്തത് മാധവ് തിവാരി ആയിരുന്നു. അക്ഷർ പട്ടേൽ ഇന്നലെയും ക്യാപ്റ്റൻസി ബാറ്റിംഗിലും ബോളിംഗിലും നന്നായിട്ട് കാണിക്കുന്ന ഒരാളാണ്. ഇന്നലെയും ബോൾ ചെയ്ത സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ബോൾ ചെയ്തത്. പക്ഷേ വിക്കറ്റ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചേസിംഗ് ഇറങ്ങിയ ഡിസിന്റെ അടിപൊളി സ്റ്റാർട്ട് തന്നെയായിരുന്നു. നല്ല ആ ഒരു പാർട്ട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്ത് ഏകദേശം 100 റൺസിന്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു അഭിഷേക് പോറലും KL രാഹുലും തമ്മിൽ. 105 റൺസ് ആയപ്പോഴാണ് ഫസ്റ്റ് വിക്കറ്റ് പോകുന്നത്. അഭിഷേക് പോറലാണ് അവിടെ ഔട്ട് ആവുന്നത്. 31 ബോളിൽ 51 റൺസാണ് ആൾ എടുത്തത്. 7 4 ഒരു 6 അടിച്ചിട്ട് ബ്രിജേഷ് ശർമ്മയുടെ ബോളിലാണ് ആൾ ഔട്ട് ആവുന്നത്. 122 റൺസ് ആകുമ്പോഴേക്കും രണ്ടാമത്തെ വിക്കറ്റും പോയി. പരാക്കിന് ഇന്നലെ അധികം കളിക്കാൻ വേണ്ടി പറ്റിയില്ല. അഭിഷേക് പോറൽ ഔട്ട് ആയതുകൊണ്ടാണ് തോന്നുന്നു നമ്മുടെ KL രാഹുൽ, അദ്ദേഹത്തിന്റെ പാർട്ണർ ആയിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ 133 റൺസ് ആകുമ്പോഴേക്കും KL രാഹുൽ ഔട്ടായി. ദശൻ ഷനഗെ ആയിരുന്നു ആ ഒരു ഇമ്പാക്ട്ഫുൾ വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. 42 ബോളിൽ 56 റൺസാണ് KL രാഹുൽ അടിച്ചത്. ഒരു 4 3 6 ആയിരുന്നു ആൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ആങ്കർ ഇന്നിംഗ്സ് എന്ന് പറയാം. പിന്നീട് കുഞ്ഞു കുഞ്ഞു പാർട്ട്ണർഷിപ്പുകളാണ് ഉണ്ടായിരുന്നത്. സ്റ്റെപ്സും അക്ഷർ പട്ടേലും തമ്മിൽ ഒരു ചെറിയ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റെപ്സ് ഔട്ടായി. സ്റ്റെപ്സിന്റെ റൺ ഇന്നലെ സിംഗിൾ ഡിജിറ്റിൽ തന്നെ ഒതുങ്ങി നിന്നു. ശരിക്കും സ്ട്രോങ് അടിക്കാരനാണല്ലോ ഡേവിഡ് മില്ലർ. ഡേവിഡ് മില്ലർ ഇന്നലെ ആ ഒരു അടി അടിച്ചിട്ട് കളി പെട്ടെന്ന് തന്നെ ജയിപ്പിക്കുന്നു തോന്നി. പക്ഷെ ഡേവിഡ് മില്ലറിനും അധികം നിൽക്കാൻ പറ്റിയില്ല. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ആൾ ഔട്ടായി. ആളും ഡബിൾ ഡിജിറ്റിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. 18.1 ബോൾ ആകുമ്പോഴേക്ക് തന്നെ 175-ൽ 5 എന്നുള്ളൊരു സ്റ്റേജിൽ ഉണ്ടായിരുന്നു DC. പിന്നീട് അങ്ങോട്ട് ശരിക്കും അക്ഷർ പട്ടേൽ ഓൾറെഡി ഫോമിൽ നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ്. അത്യാവശ്യം നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഫിനിഷർ ആയിട്ടുള്ള അശുതോഷ് ശർമ്മയും കൂടി വരുന്നത്. അവർ രണ്ടുപേരും കൂടി വന്നതോടുകൂടി തന്നെ പിന്നീട് അങ്ങോട്ട് കളി ഈസി ആയിട്ട് ജയിപ്പിക്കായിരുന്നു. ലാസ്റ്റത്തെ 4 ബോൾ ബാക്കി നിൽക്കുകയാണ് കളി ജയിക്കും ചെയ്തത്. 18 ബോളിൽ 34 റൺസ് എടുത്തിട്ട് 2 4 2 6 അടിച്ചുകൊണ്ട് ക്യാപ്റ്റൻ കൂളായിട്ട് നിന്ന അക്ഷർ പട്ടേൽ, അതായത് വിക്കറ്റുകൾ ഒരു സൈഡിൽ നിന്ന് പോകുന്ന സമയത്തും വിക്കറ്റ് കളയാണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആളുടെ ഒരു ഇന്നിംഗ്സ് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട് പ്ലെയർ അശുതോഷ് ശർമ്മ 5 ബോളിൽ 18 റൺസാണ് എടുത്തത്. ഒരു 4 2 6 ആണ് അടിച്ചിട്ടുണ്ടായത്. രാജസ്ഥാന്റെ ബൗളേഴ്സിൽ 6 ബൗളേഴ്സിനാണ് ഇന്നലെ യൂസ് ചെയ്തത്. അതിൽ 3 ബൗളേഴ്സ് 10 മേലെയുള്ള എക്കണോമിയിലാണ് ബോൾ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 3 ബൗളേഴ്സാണ് 10 താഴെ എറിഞ്ഞത്. ആ 10 മേലെ എറിഞ്ഞ ബൗളേഴ്സിൽ ബ്രിജേഷ് ശർമ്മയായിരുന്നു 4 ഓവറിൽ 44 റൺസ് എടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ദശൻ ഷനഗ 3 ഓവർ ബോൾ ചെയ്ത സമയത്ത് 29 റൺസ് എടുത്തിട്ട് 1 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നത്തെയും പോലെ തന്നെ അത്യാവശ്യം പിടിച്ചുകൊണ്ടാണ് ജോഫ്ര ആർച്ചർ ഇന്നലെയും ബോൾ ചെയ്തത്. 4 ഓവർ ബോൾ ചെയ്ത സമയത്ത് 35 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ടോട്ടലി മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടേക്കോ രാജസ്ഥാൻ ഇന്നലെ ജയിക്കാൻ പറ്റുന്ന ഒരു മാച്ചായിരുന്നു. എവിടേക്കോ വന്ന ചെറിയ പാകപ്പിഴകൾ, പ്രത്യേകിച്ച് ഫീൽഡിംഗിൽ വന്ന 2 ക്യാച്ചസും അതുപോലെ മിസ്ഫീൽഡുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ വന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണമാണ് ശരിക്കും ഇന്നലെ രാജസ്ഥാൻ ജയിക്കാൻ പറ്റാണ്ടിരുന്നത്. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊരുതിയാണ് ശരിക്കും ഇന്നലെ രാജസ്ഥാൻ കളിച്ചത്. പക്ഷേ DC നന്നായിട്ട് തന്നെ ബോൾ എറിഞ്ഞു. അതുകൊണ്ടാണ് 200 മേലെ സ്കോർ പോകുന്ന ഒരു മാച്ചിനെ 193-ൽ ഒതുക്കാൻ പറ്റിയതും 8 വിക്കറ്റ് എടുത്തത്.